അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശത്തിലെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ മറ്റൊരു മനോഹരമായ സ്ഥലത്താണ് ചെന്നെത്തുന്നത്. ബേലം കേവ് എന്നാണ് ആ ഡെസ്റ്റിനേഷൻ്റെ പേര്. വളരെ ചെറുപ്പക്കാരായ 2 ഡ്രൈവർമാരാണ് നമുക്ക് യാത്രയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ ആ ഡ്രൈവിങ്ങും അവരുടെ ഇടപെടലും എല്ലാം വളരെ നല്ല ഇടപെടലാണ്. ഡ്രൈവർമാരിങ്ങനെയൊക്കെ ആകണം. അദ്ദേഹം എങ്ങോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുശലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലിരുന്ന് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി മറ്റ് ഡ്രൈവറോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ആന്ധ്രയിലെ ഓരോ ഗ്രാമവും അല്ലെങ്കിൽ ആ റോഡും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയും മെനയും ഐശ്വര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഭരണകർത്താക്കൾ ആരൊക്കെയാണെങ്കിലും വിമർശനം കൂടാതെ പറയാവുന്നൊരു കാര്യം, വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സഞ്ചരിച്ച സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ല വികസനവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ വളരെ നല്ല പവർ സപ്ലൈ ആണ്. വളരെ നല്ല റോഡുകളാണ്. വളരെ നല്ല സൈഡ് വേ ഒക്കെ ഉണ്ടെങ്കിലും കുന്നും മലകളൊക്കെ ഉണ്ടെങ്കിലും ഈ കുന്നേലും മലകളിലൊന്നും വലിയ മരങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങളെയൊന്നും കാണാനില്ല. അതിൽ ഉള്ള മരങ്ങൾ ഈ പൊന്തച്ചെടികളായിട്ട് കുറ്റിച്ചെടികളായിട്ടൊക്കെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്നാൽ നല്ല പച്ചപ്പുണ്ട്, നല്ല കൃഷിയിടമാണ്, നല്ല പ്രദേശമാണ്. അതുപോലെ തന്നെ വാഴക്കൃഷി, എനിക്കിഷ്ടപ്പെട്ടത് ഈ വാഴക്കൃഷിയാണ്. കിലോമീറ്ററുകളോളം നീളത്തിൽ ലക്ഷക്കണക്കിന് വാഴയാണ് റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വെട്ടി എന്ന് തീരുമെന്ന് ആർക്കറിയാം. അതുപോലെ കൃഷിയാണ്. കൃഷിയിടമെന്ന് പറഞ്ഞാൽ പോരാ, റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴയാണ്. പക്ഷേ അവിടുത്തെ വാഴപ്പഴം ഞാൻ വാങ്ങിച്ച് കഴിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ റോബസ്റ്റ പഴവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്, ഇച്ചിരി ഉറപ്പുണ്ട്, കഴിക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാഴപ്പഴവും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചോളം കൃഷി ധാരാളമുണ്ട്. പക്ഷേ എന്താണെങ്കിലും വാഴയാണ് അതിശയിപ്പിക്കുന്ന വാഴത്തോട്ടം, കിലോമീറ്റർ കണക്കിന്. അപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബേലം കേവ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതായത് ഒരു പ്രദേശം മുഴുവനും ഭൂമിക്കടിയിലൂടെ തുരങ്കമാണ്. ആ തുരങ്കമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ തുരങ്കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ സ്വയം ഉണ്ടായ ഒരു തുരങ്കമാണ്. അപ്പോൾ ആ തുരങ്കം കാണാനാണ് നമ്മൾ ഈ 250 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2 പാചകക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 3 പേരുണ്ട്. അവർക്ക് നമ്മൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി. അപ്പോൾ നല്ല പുളി ഇഞ്ചി, അവിയൽ, തോരൻ, കിച്ചടി, പിന്നെ നല്ല പുളിശ്ശേരി, കാളൻ, പപ്പടം, മുളക് വറുത്തത്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബേലം കേവ് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.